Once again, welcome back to Virtual Teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 6ലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് പാർട്ടാണ് സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ്, അതിലെ കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിലെ ആദ്യത്തെ രണ്ടെണ്ണം ലൈക്ക് ബാച്ച് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിംഗും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫ്രം കോൺട്രാക്ട് കോസ്റ്റിംഗ്. അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് കോൺട്രാക്ട് നമ്മൾ ആദ്യം പഠിക്കണം. സോ വാട്ട് ഇസ് എ കോൺട്രാക്ട്? കോൺട്രാക്ട് വെച്ചാൽ ഒരു ജോബാണ്. ആ ജോബിന് എന്തായിരിക്കും, അതിൻ്റെ സൈസ് കുറച്ച് ബിഗ്ഗർ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ലോങ് പീരീഡ് എടുക്കും. അങ്ങനെ ലോങ് പീരീഡ് കംപ്ലീഷനുള്ള ലാർജ് സൈസ് അല്ലെങ്കിൽ ബിഗ്ഗർ ഇൻ സൈസ് ആയിട്ടുള്ള ജോബാണ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കപ്പോഴും കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വരുന്ന ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്ക് ആയിരിക്കും. കൺസ്ട്രക്ഷൻ വർക്കും ലൈക്ക് ബിൽഡിങ്, ഡാം, ദെൻ ഷിപ്പ്, ബ്രിഡ്ജസ്, റോഡ്, ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ വർക്ക്സ് കൂടുതൽ നമ്മൾ കോൺട്രാക്ട് വർക്കായിട്ട് പറയുന്നത്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനാണ്. നമുക്കത് നോക്കാം. എ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഇസ് എ കോൺട്രാക്ട് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അസറ്റ്. അപ്പോൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് എന്താണ്? അതൊരു കോൺട്രാക്റ്റ് ആണ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓർ എ കോമ്പിനേഷൻ ഓഫ് ദ അസറ്റ്. ഒരു അസറ്റ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ അസറ്റ് ചിലപ്പോൾ അതിൽ കൺസ്ട്രക്ട് ചെയ്യണ്ടാവും. വിച്ച് ടുഗെദർ കോൺസ്റ്റിറ്റ്യൂട്ട് എ സിംഗിൾ പ്രൊജക്റ്റ്. പക്ഷെ എന്തായിരിക്കും, അതൊന്നിച്ച് ഉണ്ടാവുന്നത് വെറൊരു സിംഗിൾ പ്രൊജക്റ്റ് മാത്രമായിരിക്കും. അതാണ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൽ ആരാണോ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ആ ഒരു ജോബ് പെർഫോം ചെയ്തോളാം എന്ന് എഗ്രി ചെയ്തത്, ആ ഒരു പേഴ്സണെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ടർ. ദ പേഴ്സൺ ഹു എഗ്രീസ് ടു പെർഫോം ദ ജോബ്, അദ്ദേഹത്തെ നമ്മൾ കോൺട്രാക്ടർ എന്നും. ദ പേഴ്സൺ ഫോർ ഹൂം ദ ജോബ് ഈസ് പെർഫോം, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജോബ് പെർഫോം ചെയ്യുന്നത്, ആ ഒരു പേഴ്സണെ കോൺട്രാക്ട് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ്, ദ പ്രൈസ് ഫോർ വിച്ച് ദ വർക്ക് ഈസ് എഗ്രീഡ് ടു ബി എക്സിക്യൂട്ടഡ്. എത്ര വിലയ്ക്കാണോ നമ്മൾ ഈ ഒരു ജോബ് ചെയ്തോളാം എന്ന് പറയുന്നത്, ആ ഒരു പ്രൈസിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാക്ട് പ്രൈസ്. അപ്പോൾ ആരാണ് കോൺട്രാക്ടർ? നമ്മൾ ഈ ജോബ് പെർഫോം ചെയ്തോളാം അല്ലെങ്കിൽ വർക്ക് ചെയ്തോളാം എന്ന് എഗ്രി ചെയ്യുന്ന പേഴ്സണെ കോൺട്രാക്ടർ എന്നും, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ജോബ് ചെയ്യുന്നത് അദ്ദേഹത്തിനെ കോൺട്രാക്ട് ചെയ്യുന്നു, എത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനെ കോൺട്രാക്ട് പ്രൈസ് എന്നും വിളിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നാണ്. Contract costing is that found specific order costing applied by contractors under which contract is treated as a cost unit and costs are accumulated and ascertained separately for each contract. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നത് എന്താണ്? സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ്. അത് ആരാണ് അപ്ലൈ ചെയ്യുന്നത്? ഇറ്റ് ഈസ് അപ്ലൈഡ് ബൈ ദ കോൺട്രാക്ടർ. കോൺട്രാക്ടറാണ് നമ്മുടെ കോൺട്രാക്ട് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അണ്ടർ വിച്ച് ഓരോ കോൺട്രാക്റ്റിനെയും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഓരോ കോൺട്രാക്റ്റും ഓരോ വർക്കായിരിക്കും. ചിലപ്പോൾ ഒന്നാമത്തെ കോൺട്രാക്റ്റ് ബ്രിഡ്ജ് പണിയായിരിക്കും, രണ്ടാമത്തെ കോൺട്രാക്റ്റ് റോഡ് പണിയായിരിക്കും. അങ്ങനെ ഓരോ കോൺട്രാക്റ്റിന് ഇവിടെ എന്താണ് ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കാണുന്നത്. എന്നിട്ട് ആ ഓരോ കോസ്റ്റ് യൂണിറ്റിൽ എന്തോരം കോസ്റ്റ് വരുന്നുണ്ട് എന്ന് അക്യുമുലേറ്റ് ചെയ്ത് അത് അസർട്ടൈൻ ചെയ്യും സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് കോൺട്രാക്ട്. അതാണ് ഓരോ കോൺട്രാക്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കാണുക. കാരണം ഓരോ കോൺട്രാക്റ്റിനെയും ഓരോ കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് അവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. Contract costing is applied in construction work like building, dam, ship, bridges, road, etc. അപ്പോൾ എന്താണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കിലായിരിക്കും. നമ്മൾ ബിൽഡിംഗ് പണിയുന്നതിൻ്റെയും ഡാം ബിൽഡ് ചെയ്യുന്നതിൻ്റെയും ഷിപ്പ്, ബ്രിഡ്ജ്, റോഡ് അങ്ങനെയുള്ള കേസിലായിരിക്കും കൂടുതലും കോൺട്രാക്ട് കോസ്റ്റിംഗ് വരുന്നത്. കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ടെർമിനൽ കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിങ്ങിൻ്റെ വേറൊരു ടേമാണ് ടെർമിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിൽ മെയിനായിട്ട് 3 ടൈപ്പ് ഉള്ളത്. ഒന്നാമത്തെ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട്, രണ്ടാമത്തെ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് വിത്ത് എസ്കലേഷൻ ഓർ ഡി എസ്കലേഷൻ ക്ലോസ്, മൂന്നാമത്തെ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. It is a type of contract where contract price is fixed in advance, which is paid in different installments on the basis of progress of work, or the full payment is made on the completion on the contract as agreed upon.
ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺട്രാക്ട് പ്രൈസ് ഫിക്സഡ് ആയിരിക്കും ഇൻ അഡ്വാൻസ്. നമ്മൾ നമ്മുടെ പണിയുടെ ഇത് കണ്ടിട്ട് പറയും ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇതിന് വരണമെന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വിച്ച് ഇസ് പെയ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഒന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ നമ്മുടെ വർക്കിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ പേ ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ പേയ്മെൻ്റ് ആയിട്ട് പേ ചെയ്യുന്നതായിരിക്കും. എത്ര എമൗണ്ട് നേരത്തെ എഗ്രി ചെയ്ത് ആ സെയിം എമൗണ്ട് ആയിരിക്കും പേ ചെയ്യുക. ഇതാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെയാണ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് വിത്ത് എസ്കലേഷൻ ഓർ ഡി എസ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. It is a type of contract in which the contract price varies with variation in price of material, rate of labor and other expenses. അപ്പോൾ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോൺട്രാക്ട് ഫോം ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്തായിരിക്കും, കോൺട്രാക്റ്റിലെ പ്രൈസ് വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. എങ്ങനത്തെ വേരിയേഷൻസ് വരുമ്പോഴേക്കും, ഇപ്പോൾ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലേബറിൻ്റെ റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഇതിൽ എക്സ്പെൻസ് വരികയോ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനെ കേസിൽ ആ ഒരു ഫിക്സഡ് പ്രൈസിൽ കുറച്ച് വേരിയേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ 2 ക്ലോസ് ഉള്ളത്. ഒന്നാമത്തെ എസ്കലേഷൻ ക്ലോസും രണ്ടാമത്തെ ഡി എസ്കലേഷൻ ക്ലോസും ആണ്. അപ്പോൾ എന്താണ് എസ്കലേഷൻ ക്ലോസ് നമുക്ക് ആദ്യം നോക്കാം. It is a clause or condition attached to a contract which provide that if the price of material, rate of labor, etc. rise beyond a specific limit during the period of execution of a contract, the contract price will be increased by specific rate or amount. അപ്പോൾ എക്സ്ക്ലൂഷൻ ക്ലോസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കുറേ ലോങ് പീരീഡാണ് നമ്മുടെ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ 1 കൊല്ലം കൂടെ തീർന്നു വരില്ല. അപ്പോൾ വിത്തിൻ 1 or 2 years ഇപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയോ ലേബറിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ, അതും ഒരു സ്പെസിഫിക് ലിമിറ്റിൻ്റെ ബിയോണ്ടിലേക്ക് റേസ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ആ ഒരു ഇൻക്രീസ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സ്പെസിഫിക് റേറ്റ് നമ്മൾ നമ്മുടെ ആ ഒരു കോൺട്രാക്ട് എമൗണ്ടിലും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. അതാണ് എക്സ്കലേഷൻ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെയാണ് ഡി എസ്കലേഷൻ ക്ലോസ്. Is a clause attached to the contract which provide that if the price of material, rate of labor, etc. fall beyond a specific limit during the period of execution of a contract, the contract price will be reduced to a specific rate of amount. നേരെ റിവേഴ്സാണ് പറയുന്നത്. എന്താണത്, നമ്മുടെ ആ ഒരു ക്ലോസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൽ ഈ ഒരു ക്ലോസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വർഷങ്ങളുടെ ഇതിൽ നമുക്ക് ചിലപ്പോൾ മെറ്റീരിയലിൻ്റെ പ്രൈസ് കുറയുകയോ റേറ്റ് ഓഫ് ലേബർ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു ഫോള്, ആ ഒരു എമൗണ്ട് ഒരു സ്പെസിഫിക് ലിമിറ്റിനേക്കാൾ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത കോൺട്രാക്ട് പ്രൈസിൽ നമുക്ക് ആ റിഡക്ഷൻ കാണിക്കാവുന്നതാണ്. അതാണ് ഡി എസ്കലേഷൻ ക്ലോസിലൂടെ പറയുന്നത്. തേർഡ് വൺ ആണ് കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്നത്. A cost plus contract is a contract in which the contract price is not fixed in advance. അപ്പോൾ കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട് എന്താ പ്രത്യേകത, ഇവിടെ കോൺട്രാക്ട് പ്രൈസ് മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. But the contractor agreed to pay the cost of work done plus a percentage of its toward establishment expense and profit. പക്ഷെ എന്ത് ചെയ്യും, കോൺട്രാക്റ്റി ആർക്ക് വേണ്ടിയാണ് കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യാൻ, അദ്ദേഹമാണ് കോൺട്രാക്റ്റി. അപ്പോൾ കോൺട്രാക്റ്റ് എഗ്രി ചെയ്യുക എന്താണ്, അദ്ദേഹം ആ ചെയ്ത വർക്കിൻ്റെ ഫുൾ കോസ്റ്റും തരാം. അതിനൊപ്പം തന്നെ എന്തായിരിക്കും, ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസുകളോ അല്ലെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും അവർക്ക് എമൗണ്ട് കൊടുക്കുക എന്നത്. സച്ച് കോൺട്രാക്ട് ആർ അണ്ടർടേക്കൺ വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫിക്സ് ദ കോൺട്രാക്ട് പ്രൈസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ചില കോൺട്രാക്റ്റുകളുടെ പ്രൈസ് നമുക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. എന്തോരം വരും നമുക്ക് ഒരു ഉറപ്പും തരാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണം, വാറിൻ്റെ സമയത്ത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ ആവശ്യങ്ങൾ വരും നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഷിപ്പ്, സ്പെഷ്യൽ ഡിസൈനിലുള്ള ഒരു ഷിപ്പ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന എക്സ്പെൻസ് എന്തോരമായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓരോ വർക്കിനും പ്രോഗ്രസ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ടേക്കും ഫുള്ളായിട്ട് ആ എമൗണ്ട് പേ ചെയ്യുക. ഓക്കെ ആണല്ലോ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ ആണ് വർക്ക് സർട്ടിഫൈഡ്. Work certified is that portion of the work completed which has been certified or approved by the contractor's architect or surveyor. അപ്പോൾ എന്താണ് വർക്ക് സർട്ടിഫൈഡ് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വർക്കിൻ്റെ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത പോർഷന് എന്താണ് നമ്മുടെ ഈ കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവേയറോ വന്നിട്ട് സർട്ടിഫൈ ചെയ്യണം അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യണം, ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്കയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇനിയൊന്നും നോക്കാനില്ല എന്ന്
പറഞ്ഞ് സർട്ടിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോർഷൻ വിളിക്കുന്നതാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ വാല്യൂഡ് ഇൻ ടേം ഓഫ് കോൺട്രാക്ട് പ്രൈസ്. അപ്പോൾ എന്താണ്, അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു വർക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഓഫ് വർക്കിൻ്റെ കോൺട്രാക്ട് പ്രൈസ് എന്നിട്ട് വാല്യൂ ചെയ്യുന്നതായിരിക്കും. It is done in the case of contract of long duration for the purpose of making payment to the contractor on the basis of its value. അപ്പോൾ ഇത് മെയിനായിട്ട് എങ്ങനത്തെ ഒരു കോൺട്രാക്റ്റിലേക്കും ഭയങ്കര ലോങ് ഡ്യൂറേഷനുള്ള കോൺട്രാക്ട്സിലേക്കും ഇങ്ങനെ വർക്ക് സർട്ടിഫൈഡ് നടക്കുന്നത്. കാരണം കൃത്യമായിട്ട് എൻ്റെ പേയ്മെൻറ്റ്സ് കൊണ്ടുപോകാനും, അപ്പോൾ വെറുതെ പേയ്മെൻറ്റ്സ് കൊടുക്കാണ്ട് ഓരോ വാല്യൂ അല്ലെങ്കിൽ ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവിടെ എന്ത് കൊടുക്കുക, നമ്മളിവിടെ പേയ്മെൻറ്റ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ വർക്ക് വളരെ പെട്ടെന്നും വളരെ നന്നായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ദ കോൺട്രാക്ട് ഫോർ ദ ഇയർ. അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഫൈൻഡ് ചെയ്യുന്ന വളരെ ഇത് ഹെൽപ്ഫുള്ളായിട്ട് മാറും. അപ്പോൾ ഈ വർക്ക് സർട്ടിഫൈഡിന് കുറച്ച് എന്താണ് ഫോർമുലാസ് ഉണ്ട്, അത് വെച്ചൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 2 ഫോർമുലയാണ് കാണിച്ചിട്ടുള്ളത്, 2 മെത്തേഡ്. ഫസ്റ്റ് വണ് വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു വർക്ക് സർട്ടിഫൈഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് കോൺട്രാക്ട് പ്രൈസ്. രണ്ടാമത്തെ വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു ക്യാഷ് റിസീവ്ഡ് ബൈ ക്യാഷ് ആസ് പെർസെൻറ്റേജ് ഓഫ് വർക്ക് സർട്ടിഫൈഡ്. ഇങ്ങനെ 2 മെത്തേഡ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. Calculate work certified from the following cases. Contract price is 10 lakh and percentage of work certified is 50%. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ, വർക്ക് സർട്ടിഫൈഡ് ഈസ് ഈക്വൽ ടു കോൺട്രാക്ട് പ്രൈസ് ഇൻ ടു വർക്ക് സർട്ടിഫൈഡ് ആസ് എ പെർസെൻറ്റ് ഓഫ് കോൺട്രാക്ട് പ്രൈസ്. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്, 10 ലക്ഷമാണ് ഇവിടെ കോൺട്രാക്ട് പ്രൈസ്. 10 ലക്ഷം ഏതാ ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് വർക്ക് സർട്ടിഫൈഡ് എത്രയാണ്, 50%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 10 lakh ഇൻറ്റു 50/100 ചെയ്യുമ്പോൾ 5 lakh ആണ് വർക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. 50% വർക്ക് കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ കാശ് നമ്മൾ കൊടുത്തു. രണ്ടാമത്തെ ദിവസം നോക്കാം. ക്യാഷ് റിസീവ്ഡ് ഈസ് 4 lakh ആൻഡ് ബീയിങ് 80% ഓഫ് വർക്ക് സർട്ടിഫൈഡ്. ഈ നെക്സ്റ്റ് ടേം ആണ് വർക്ക് അൺസർട്ടിഫൈഡ്. എന്താണ് വർക്ക് അൺസർട്ടിഫൈഡ്? Work uncertified is a portion of the work completed which has not been certified or approved by the contractor's architect or surveyor. അപ്പോൾ എന്താണ് വർക്ക് അൺസർട്ടിഫൈഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, അവിടെ അത് സർട്ടിഫൈഡോ അപ്രൂവ്ഡോ ആക്കിയിട്ടില്ലാത്ത വർക്കിനാണ് വർക്ക് അൺസർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വർക്ക് അൺസർട്ടിഫൈഡ് ഈസ് ഓൾവേസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ്. എപ്പോഴും വർക്ക് അൺസർട്ടിഫൈഡിനെ വാല്യൂഡ് കോസ്റ്റിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെന്താണ്, ആൻഡ് ഡെബിറ്റ് ടു ദ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. അതുപോലെ തന്നെ അതിനെ എങ്ങോട്ടേക്കും ഡെബിറ്റ് ചെയ്യുക, വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിലേക്ക് ഇത് ഡെബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടേം ആണ് റിട്ടൻഷൻ മണി. റിട്ടൻഷൻ മണി ഈസ് ദാറ്റ് portion of value of work certified which is retained by the contractor as security for any defective work which may be discovered later within the guaranteed period. അപ്പോൾ റിട്ടൻഷൻ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാല്യൂ ഓഫ് വർക്ക് സർട്ടിഫൈഡ് അദ്ദേഹത്തിന് എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ ഒരു എമൗണ്ട് ആ ഒരു വർക്കിൽ തന്നെ റീറ്റെയിൻ ചെയ്യുകയാണ്. എന്തിനാണ് റിട്ടേൺ ചെയ്യുന്നത്, ഇനി ലേറ്റർ ടൈമിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗ്യാരണ്ടീഡ് പീരീഡ് തീരുന്ന മുമ്പ് എന്തെങ്കിലും ഡിഫക്റ്റീവ് വർക്ക് ഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ അതിനെതിരായിട്ട് സെക്യൂരിറ്റി വയ്ക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, ആ ഒരു എമൗണ്ട് റീറ്റെയിൻ ചെയ്യുക. സോ ആ ഒരു നമ്മുടെ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ടൈം പീരീഡ് എക്സ്പയർ ആവുന്നതോ അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് തീരുന്ന വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ കോൺട്രാക്റ്റ് ആ ഒരു എമൗണ്ട് റീറ്റെയിൻ ചെയ്യുകയുള്ളൂ. അതാണ് റിട്ടൻഷൻ മണി എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻ എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ട്രീറ്റ്മെൻറ്റ്സ് മെയിനായിട്ട് 3 ഉള്ളത്. ഒന്നാമത് ഇപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചിരിക്കുന്നത് ഒരു കോൺട്രാക്റ്റ് പർച്ചേസ് ചെയ്തേക്കാണ്, നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത് വേറെ പ്ലാന്റ് ഇസ് ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ ഫോർ എ ഷോർട്ട് പീരീഡ്, കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റോറിൽ നിന്നത് പർച്ചേസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വെറുതെ വാടകയ്ക്ക് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തേർഡ് വണ്ണ് വേറെ പ്ലാന്റ് ഇസ് ടേക്കൺ ഓൺ ഹയർ, നമ്മൾ ഹയർ പർച്ചേസ് രീതിയിൽ നമ്മൾ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ. ഇങ്ങനെ 3 മെത്തേഡുള്ള. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സും എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് വേറെ പ്ലാന്റ് സ്പെസിഫിക്കലി പർച്ചേസ് ഫോർ ദ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഹിയർ ദ കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ദ പ്ലാന്റ് അറ്റ് ദ ടൈം ഓഫ് ദ പർച്ചേസ്. നമ്മൾക്ക് ആ ഒരു പ്ലാന്റ് പർച്ചേസ് സമയത്ത് എന്തോരം റേറ്റ് വന്നോ അത് നമ്മൾ എന്ത് ചെയ്യും,
കോൺട്രാക്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ദ ഡിപ്രീസിയേറ്റഡ് വാല്യൂ ഓഫ് ദ പ്ലാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ ആ ഒരു അസറ്റിന് എന്തോ ഡിപ്രീസിയേഷൻ വന്നുണ്ടോ ആ വാല്യൂ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെയാണ് വേർ എ പ്ലാൻ ഈസ് ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ ഫോർ എ ഷോർട്ട് പീരീഡ്. ദ കോൺട്രാക്ട് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എത്ര പീരീഡ് യൂസ് ചെയ്തു അതിൻ്റെ ആ ഒരു എമൗണ്ട് ഡിപ്രീസിയേഷൻ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. വേർ എ പ്ലാൻ ഈസ് ടേക്കൺ ഓൺ ഹയർ, നമ്മൾ ഹയർ പർച്ചേസ് രീതിയിൽ നമ്മൾ ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യണം, കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ ആ ഒരു എമൗണ്ട് ഓഫ് ഹയർ ചാർജ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് മെയിൻ മൂന്നായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് എ കോൺട്രാക്ട് അക്കൗണ്ട്. എന്താണ് കോൺട്രാക്ട് അക്കൗണ്ട്? ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ഇൻ ദ കോൺട്രാക്ട് ലെഡ്ജർ ഫോർ ഈച്ച് കോൺട്രാക്ട് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദാറ്റ് കോൺട്രാക്ട്. നമ്മൾ ഓരോ കോൺട്രാക്റ്റിനു വേണ്ടിയും ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ് കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദ കോൺട്രാക്ട്. ആ ഒരു പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഏൺ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബീയിങ് എ നോമിനൽ അക്കൗണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൾ എക്സ്പെൻസസ് ആസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ എക്സെട്ര ആർ ഡെബിറ്റഡ് ആൻഡ് total amount received from the contractee in the case of fully completed contract or work certified or work uncertified are credited. അപ്പോൾ എന്താണ് നമുക്കിവിടെ ഉള്ളത്, കോൺട്രാക്ട് അക്കൗണ്ട് എന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ അവിടെ എന്താ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്കത് നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയായിരിക്കും? ക്രെഡിറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് ആയിരിക്കും. ഡെബിറ്റ് ചെയ്യുന്നത് നമുക്കുള്ള എക്സ്പെൻസുകളായിരിക്കും. ലൈക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ കോസ്റ്റ്, അതർ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യുകയും നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പേയ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന എമൗണ്ട് റിസീവബിളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് ക്രെഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് ദ കോൺട്രാക്ട് ഈസ് ഫുള്ളി കംപ്ലീറ്റഡ്, നമ്മുടെ കോൺട്രാക്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ എൻറ്റയർ പ്രോഫിറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫുൾ ആയിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് ഇഫ് ദ കോൺട്രാക്ട് ഈസ് ഇൻകംപ്ലീറ്റ് വൺ, നമ്മുടെ കോൺട്രാക്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ദ പ്രോഫിറ്റ് ഈസ് കോൾഡ് ഒൺലി എ നൊട്ടേഷൻ പ്രോഫിറ്റ് ഓർ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ കോൺട്രാക്ട് ഫുള്ളി കംപ്ലീറ്റ് അല്ലെങ്കിൽ ആ പ്രോഫിറ്റിന് ഒരിക്കലും നമുക്ക് എന്താ ചെയ്യാൻ പറ്റില്ല, ഒരു കംപ്ലീറ്റ് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റില്ല, അതിന് വെറും എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നൊട്ടേഷൻ പ്രോഫിറ്റ് എന്ന് മാത്രമേ അതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഒൺലി എ പോർഷൻ ഓഫ് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. അപ്പോൾ ആ ഒരു എത്രയാണ് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ്, ആ ഒരു പോർഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക അക്കോർഡിംഗ് ടു ദ ബേസിസ് ഓഫ് പ്രോഗ്രസ് ഓഫ് വർക്ക്. നമ്മുടെ വർക്കിൻ്റെ പ്രോഗ്രസ് അനുസരിച്ച് നമ്മളത് ക്രെഡിറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്ട്. അത് ബേസിലുള്ള പ്രോബ്ലം. ഇഫ് എ കോൺട്രാക്ട് ഈസ് ഫുള്ളി കംപ്ലീറ്റഡ് ഇൻ എ ഇയർ, ദ എൻറ്റയർ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ ദ കോൺട്രാക്ട് ഈസ് ട്രാൻസ്ഫർ ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ കോൺട്രാക്ട് ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ എൻറ്റയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോൺട്രാക്റ്റിൻ്റെ എൻറ്റയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ആ ഒരു വർഷത്തെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ഫുള്ളി കംപ്ലീറ്റഡ് കോൺട്രാക്റ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് കോൺട്രാക്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് കോൺട്രാക്റ്റീസ് അക്കൗണ്ട് എന്നത്. നമുക്കിനി ഇത് ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാം. The following particles were extracted from the books of Fast Construction in respect of contract number 117 for the year ended 31st March 2019. Contract price 8,000, material brought for the contract 3,22,000, wages paid 2,30,000, adult charges 20,000, establishment charges 15,000, plan bought 2 lakh, stock of material on 31st/3/2019 12,000. The contract is completed during the year and full amount is received from the contractee. Prepare the contract account and contractee's account for the accounting year charging 20% depreciation on plant. അപ്പോൾ നമുക്ക് ഒരു കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡെബിറ്റ് സൈഡിൽ നമ്മുടെ എല്ലാ എക്സ്പെൻസുകളെ കാണിക്കുകയും ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഏർണിങ്സിനാണ് കാണിക്കേണ്ടത്. ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഇതാണ് കോൺട്രാക്ട് അക്കൗണ്ട് ഫോർമാറ്റ്. പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് വരുന്ന എക്സ്പെൻസുകളാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കാണിക്കുന്നത്. നമുക്കപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വായിക്കാം. ഫസ്റ്റ് വണ് കോൺട്രാക്ട് പ്രൈസ് ആണ് 8,000. കോൺട്രാക്ട് പ്രൈസ് എപ്പോഴും കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. 8 lakh എഴുതി കാണിക്കുക ഇവിടെ.
രണ്ടാമത്തെ എമൗണ്ട് മെറ്റീരിയൽ ബോഡ് ഫോർ ദ കോൺട്രാക്ട്. മെറ്റീരിയൽ പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താണ്, അത് നമുക്കൊരു എക്സ്പെൻസ് ആണ്. എത്ര എമൗണ്ട്? 3,22,000. അപ്പോൾ നമ്മൾ കാണിക്കുക മെറ്റീരിയൽ 3,22,000. അടുത്തതാണ് വേജസ് പെയ്ഡ്. വേജസ് എന്താണ്, നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ആണ്. എത്ര എമൗണ്ട് വേജസിൻ്റെ? 2,30,000 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസ് ഇപ്പുറത്തെ സൈഡിൽ കാണിക്കുക വേജസ് 2,30,000. അടുത്തതാണ് ഡയറക്റ്റ് ചാർജസ്. ഡയറക്റ്റ് ചാർജസും നമുക്കൊരു എക്സ്പെൻസ് തന്നെയാണ്. നമ്മളപ്പോൾ അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. എത്ര എമൗണ്ട്? 20,000. നെക്സ്റ്റ് എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് നമുക്കൊരു എക്സ്പെൻസ് തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? 15,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. നെക്സ്റ്റ് ആണ് നമുക്കിവിടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് തന്നിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീസിയേഷൻ്റെ കാര്യം. എന്താണ്? പ്രിപ്പയർ എ കോൺട്രാക്ട് അക്കൗണ്ട് ആൻഡ് കോൺട്രാക്ടീസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് ചാർജിങ് 20% ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 20% ആണ് ഡിപ്രീസിയേഷൻ കൊടുക്കേണ്ടത്. നമുക്കിവിടെ പ്ലാന്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുള്ളത്? 2 lakh ആണ് പ്ലാന്റിൻ്റെ എമൗണ്ട്. അപ്പോൾ 2 lakh നോക്കാം. 2 lakh തന്നിട്ടുണ്ട്. 2 lakh ഇൻറ്റു 20/100 ചെയ്യുക. ഇതാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര ഇട്ട് നോക്കാം? നമുക്ക് 40,000 ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് കാണിക്കേണ്ടത്. ഡിപ്രീസിയേഷൻ നമ്മുടെ എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് അറ്റ് 20% ഗീവ്സ് 40,000. ഇപ്പോൾ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ എഴുതി കഴിഞ്ഞു നമ്മുടെ ഡെബിറ്റ് സൈഡിലുള്ളത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്ത് ബാക്കിയുണ്ട്? നമുക്കുള്ളത് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് കയ്യിലിരിക്കുന്നുണ്ട്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ കാണിച്ച് എത്ര എമൗണ്ട് ക്ലോസിങ്ങിൽ? 12,000 ആണ്. 12,000 കാണിക്കാം. ഇനി നമ്മൾ രണ്ട് സൈഡും ബാലൻസ് ചെയ്യുക. ബാലൻസ് വരുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എത്ര ബാലൻസ് കിട്ടുന്ന എമൗണ്ട്? 1,85,000 ആണ് നമുക്ക് ബാലൻസ് കിട്ടുന്ന എമൗണ്ട്. ടോട്ടൽ ചെയ്യുമ്പോൾ 8,12,000 കിട്ടുന്നതായിരിക്കും. കോൺട്രാക്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് കോൺട്രാക്ടീസ് അക്കൗണ്ട്. അത് ഇതേപോലെ തന്നെ പർട്ടിക്കുലർ എമൗണ്ട് കോളം വരയ്ക്കാം. നമ്മൾ നേരത്തെ കോൺട്രാക്ട് അക്കൗണ്ടിൽ കോൺട്രാക്ടീസ് അക്കൗണ്ട് ബൈ കോൺട്രാക്ടീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് കോൺട്രാക്ട് പ്രൈസ് കാണിച്ചിട്ടുണ്ടായി. ആ എമൗണ്ട് കോൺട്രാക്റ്റഡ് അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. കോൺട്രാക്ട് അക്കൗണ്ട് 8 lakh കാണിക്കാം. ബാലൻസ് ചെയ്യുമ്പോൾ ബൈ ബാങ്ക് നിധി ബാലൻസ് ചെയ്യുക. 8 lakh വരുന്നതാണ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്താണ് ഇൻകംപ്ലീറ്റ് കോൺട്രാക്ട് എന്നത്. If a contract is incomplete or only partially complete at the end of the accounting year, the full amount of contract price cannot be credited to the contract account. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ആകെ പാർഷ്യലി മാത്രം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും കോൺട്രാക്ട് പ്രൈസിൻ്റെ ഫുൾ എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ, നമുക്ക് പി എൻ അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ടിൽ കാണിക്കാൻ സാധിക്കുകയില്ല. ദ എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ് ഈസ് ദ മെയിൻ ഐറ്റം ഓഫ് ഇൻകം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്? ദ എമൗണ്ട് ഓഫ് വർക്ക് സർട്ടിഫൈഡ്, അവിടെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു പാർട്ട്. ഇപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് ഫുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ വർക്ക് സർട്ടിഫൈഡ് വെച്ച് എന്താണ്? നമ്മുടെ കോൺട്രാക്റ്റിയുടെ ആർക്കിടെക്ചറോ സർവേയറോ അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് കംപ്ലീറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ വർക്കിനാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായിരിക്കും നമ്മുടെ ഇൻകത്തിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈസ് ഡെബിറ്റഡ് ടു ദ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും ആൻഡ് ക്രെഡിറ്റഡ് ടു ദ കോൺട്രാക്ട് അക്കൗണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്യും? കോൺട്രാക്ട് അക്കൗണ്ടിൽ കൊണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ദ കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ഇസ് ഓൾസോ ഡെബിറ്റഡ് ഇൻ ദ വർക്ക് ഇൻ പ്രോഗ്രസ്. അതേപോലെ തന്നെ എന്താണ്? കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡും കൂടി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫോർമാറ്റ് എന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക് സർട്ടിഫൈഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. വർക്ക് സർട്ടിഫൈഡിൻ്റെ വാല്യൂൻ്റെ ഒപ്പം കോസ്റ്റ് ഓഫ് വർക്ക് അൺസർട്ടിഫൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൽ നിന്ന് നമ്മൾ വർക്ക് സർട്ടിഫൈഡ് എമൗണ്ടിൽ നിന്ന് കുറച്ചൊക്കെ റിസർവ് ആക്കി വയ്ക്കുന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്യാരണ്ടീഡ് പീരീഡ് തീരുന്ന വരെ കോൺട്രാക്ടറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് മറയ്ക്കാൻ വേണ്ടി കുറച്ച് റിസർവായിട്ട് എമൗണ്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ എമൗണ്ട് എടുക്കുന്ന വർക്ക് സർട്ടിഫൈഡ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഇപ്പോൾ കിട്ടിയ ടോട്ടൽ നിന്ന് ആ ഒരു റിസർവ് എമൗണ്ട് ലെസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നതാണ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഏതെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടി നമ്മൾ ലെസ് ചെയ്യണം. അങ്ങനെ ആ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ലെസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇത് എന്താണ്? നെറ്റ് വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടാണ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വേണ്ടത് പർട്ടിക്കുലർ എമൗണ്ട് കോളാണ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ എഴുതും? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡ് എമൗണ്ടും എഴുതും. ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത് പ്രോഫിറ്റ് കെപ്റ്റ് ആസ് റിസർവ്. നേരത്തെ പറഞ്ഞാൽ ആ റിസർവ് ആയിട്ട് കെപ്റ്റ് ചെയ്തുള്ള പ്രോഫിറ്റ് എത്രയാണോ ആ എമൗണ്ട് കാണിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ് കാണിക്കാം. നെറ്റ് വാല്യൂ അല്ല, ഒറിജിനൽ വാല്യൂ വർക്ക് ഇൻ പ്രോഗ്രസ് മാത്രമാണ് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അതെങ്ങനെയാണ്? വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ റിസർവ് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് വാല്യൂ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. അത് മാത്രമാണ് കാണിക്കേണ്ടത്. എന്നിട്ട് അത് ബാലൻസ് ചെയ്യണം.